മാർന്ന വിജയമാണ് എറണാകുളം ജില്ലയിലെ. ഞാൻ ഇവിടെ വന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേരാത്ത നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞ ഒരു 2 മാസക്കാലമായി, ഒരുപക്ഷെ 6 മാസക്കാലമായി നിങ്ങളുടെ പിന്നിൽ നടന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രവർത്തനം നടത്തിയ ഒരുപാട് ഊർജ്ജസ്വലരായ നമ്മുടെ പ്രവർത്തകരുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത, കോൺഗ്രസ് ജയിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന പ്രവർത്തകർ, അവരെ ഞാൻ ഈ അവസരത്തിൽ അവരെ അനുസ്മരിക്കുകയും അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടോടുകൂടിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യും. പരാജയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ വിജയങ്ങളും പഠിക്കണം. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം ഓരോ നിയോജക മണ്ഡലത്തിലെയും വിഷയങ്ങൾ. ജില്ലാ തലത്തിലും നിയോജക മണ്ഡലം തലത്തിലും കമ്മിറ്റികൾ കൂടി പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നിരുന്ന് പഠിക്കണം. എവിടെയാണ് നല്ല ഭൂരിപക്ഷം കിട്ടിയത്, പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷം കിട്ടിയത്, പ്രതീക്ഷിക്കാത്ത വിജയമുണ്ടായത്, അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടായത്, എന്താണ് ഇവിടെ ജയിച്ചപ്പോൾ അവിടെ തോൽക്കാൻ കാരണം. ഓരോ പ്രദേശത്തെയും പ്രത്യേകമായി നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് പഠിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കുറവ് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ വരും.